ഇനി ഇഞ്ചി തൊലി കളയാനായിട്ട് ആരും കൈ പോയിക്കേണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണേലും ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് എത്ര ഇഞ്ചി വേണോ അത്രയും ഇഞ്ചി നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു കത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പൂണോ എന്ത് വെച്ചാണെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഞാനത് തൊലി കളയുന്നതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ മിസ്റ്റേക്ക് പറ്റിപ്പോയി, അത് ഫോട്ടോ ആയിപ്പോയി, വീഡിയോ ആയില്ല. ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓരോ പീസ് എടുത്ത് നമുക്ക് കറിക്കോ മറ്റുള്ള എന്തിനെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ആ സമയം നമുക്ക് ഓടേണ്ടി വരില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടിപ്സ്, ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. വെറുതെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇഞ്ചി അരിഞ്ഞിട്ട് പേസ്റ്റാക്കി വെക്കരുത്. അത് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ ഒരുപാട് കാലം, എത്ര കാലം വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് എത്രയാണോ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂപ്പലുണ്ടാവും. അതുകൊണ്ട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇഞ്ചി ഉപ്പും കൂടി ചേർന്നാകുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിലുള്ള ട്രേ ഇല്ലേ, നമ്മുടെ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ആ ട്രേയിൽ നമ്മൾ ഇത് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ക്യൂബ്സുകളായിട്ട് ഇതുപോലെ എല്ലാത്തിനകത്തും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ, ഫിഷ് ഇങ്ങനെയുള്ള എല്ലാ കറികൾക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ഓരോ ക്യൂബ്സ് എടുത്താൽ മാത്രം മതി. അത് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ കട്ടിയാവുകയോ ഒന്നുമില്ല. കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകിപ്പോരും. കണ്ടമാനം കട്ടിയാവുകയോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അതിനകത്ത് നമ്മൾ നിറച്ച് കൊടുക്കാം. സ്മെല്ലും നല്ല സ്മെല്ലാണ് കേട്ടോ. ഉപ്പും ഇഞ്ചിയും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരമുള്ളൊരു വീഡിയോസാണ് ഈ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഇനിയും ഞാൻ ഇതുപോലുള്ള ഓരോ ടിപ്സുകളും ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിത് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കവർ ചെയ്യാതെ വേണേലും നിങ്ങൾക്ക് വയ്ക്കാം. കവർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തലേദിവസം എടുത്ത് വെച്ച ഇഞ്ചി ആണിത്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഷേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, ഇളകിപ്പോകുന്ന കണ്ടോ. ഇതുപോലെയാണ് നമ്മളിങ്ങനെ തയ്യാറാക്കിയാലുള്ള ഗുണം. ഉപ്പിടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇതായിട്ട് കിട്ടില്ല, ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരിക്കലും അഴുക്കാവില്ല. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീസറിൽ ഇതുപോലെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് വളരെയധികം നല്ല ഉപകാരമായിട്ടുള്ളൊരു ടിപ്സാണ് ഞാനിപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് എല്ലാവരും ഇഞ്ചിയുടെ തൊലി വെറുതെ കളയാറാണല്ലേ പതിവ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ ചായയിൽ ഈ 2 ഇഞ്ചിയുടെ തൊലി നമ്മളിട്ട് കഴിഞ്ഞാൽ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തലവേദനയൊക്കെ വരുമ്പോൾ ഒരു ഇഞ്ചി ചായ കുടിച്ചാൽ നല്ലൊരു സുഖം കിട്ടും, വയറിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയുടെ തൊലി ഇനി ഒരിക്കലും കളയരുത്. നമ്മൾ ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം അതൊരു ബൗളിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉപയോഗങ്ങൾക്ക് ഉപകരിക്കും. അടുത്ത ടിപ്സ്, പാക്കറ്റ് പാൽ എല്ലാവരും തിളപ്പിച്ചാണല്ലോ കുടിക്കാറ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇനി മുതൽ പാക്കറ്റ് പാൽ തിളപ്പിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മക്കൾക്കൊക്കെ പാൽ കൊടുക്കുമ്പോൾ അയ്യോ തിളപ്പിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി എന്നാണ് പറയാറുള്ളത്.
കാരണം എന്താണെന്ന് വെച്ചാൽ പാക്കറ്റ് പാലിൽ നിശ്ചിത താപനിലയിൽ ചൂടാക്കിയ ശേഷം അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് പാക്കറ്റുകൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ പാസ്ചറൈസ്ഡ് പാലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് എല്ലാ പാക്കറ്റുകളിലും രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാവും. ഇത്തരത്തിലുള്ള പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ തിളപ്പിക്കാതെയും നമുക്ക് കുടിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തിളപ്പിക്കുമ്പോൾ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അളവ് കുറയുകയും 100 ഡിഗ്രിക്ക് മുകളിൽ തിളപ്പിച്ചാൽ വിറ്റാമിനുകൾ A1, B3, B6, ഫോളിക് ആസിഡ്, വിറ്റാമിൻ D എന്നിങ്ങനെയുള്ള വിറ്റാമിനുകൾ നഷ്ടപ്പെടുകയും ചെയ്യൂത്രേ. ചില പാക്കറ്റുകളിൽ പാസ്ചറൈസ് ചെയ്യാത്തതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പാല് നന്നായിട്ട് തിളപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഫുൾ ക്രീം പാൽ നന്നായി തിളപ്പിച്ച ശേഷം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ കറന്നെടുത്ത പാൽ നല്ലതുപോലെ തിളപ്പിച്ച ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അടുത്ത ടിപ്സ് ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു ടിപ്സാണ്. നമുക്കെല്ലാവർക്കും ഏത്തപ്പഴം വളരെയധികം ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കൾക്കൊക്കെ അവർ ഭക്ഷണം ഒന്നാതെ കഴിക്കാറില്ല. ഒരു ഏത്തപ്പഴം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അമ്മമാർക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആരോഗ്യ ഗുണമുള്ളൊരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. മുറിക്കുന്നതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ളാണ്. എള്ള് ഇതിൻ്റെ മേളിൽ വിതറിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെ കഴിക്കുന്നതാണ് ആരോഗ്യവും. ഇത് പല ഡോക്ടർമാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. വെറുതെ നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗുണമുള്ളത് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ എള്ള് ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാണാത്തവർക്കായിട്ടും അറിയാത്തവർക്കായിട്ടും ഞാൻ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ടിപ്സുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.